ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെറിയൊരു വട്ടവട ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 വട്ടവട ട്രിപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ കൂടിയാണ്. നമ്മൾ രാവിലെ 5 മണിക്ക് തന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നേ. കാരണം മൂന്നാർ നല്ല ബ്ലോക്കാണെന്ന് കേട്ടതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ സൂം ചെയ്ത് നോക്കണ വേറൊന്നുമല്ല, നമ്മുടെ സ്റ്റേ ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ഞങ്ങൾ ആ പ്രോപ്പർട്ടിയിലെത്തി. നല്ല അടിപൊളി പ്രോപ്പർട്ടി ആയിരുന്നേ. കിഡ്സിനൊക്കെ എക്സ്ട്രാ ബെഡ് അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ പുറത്തെ വീഡിയോസാണ്. പിന്നെ ഞങ്ങൾ അവിടെ ലഗേജൊക്കെ വെച്ച് അവിടെ ലഗേജൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ നേരെ ഇറങ്ങാൻ പോയത് പൂൾ ട്യൂബും ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റാക്കി വെക്കുമായിരുന്നു ആ സമയത്ത് തന്നെ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. നല്ല ഫുഡായിരുന്നു. ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫുഡ് വന്നപ്പോൾ ആക്രാന്തത്തിൽ അങ്ങോട്ട് കഴിച്ചു പോയി. അവിടുത്തെ നല്ല ഫുഡ് ബിരിയാണി തന്നെയായിരുന്നു. ബിരിയാണി ഓർഡർ ചെയ്യാൻ ഞങ്ങൾ കുറച്ച് ഒന്ന് ആലോചിച്ചിട്ട് ഓർഡർ ചെയ്തേ, പക്ഷേ നല്ല ബിരിയാണിയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയ പാർക്കിലോട്ടാണ്. അത്യാവശ്യം നല്ല പാർക്ക് തന്നെയായിരുന്നു. പിള്ളേർ നല്ല ഹാപ്പിയായി. ബിക്കോസ് ഓൾമോസ്റ്റ് എവറി ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാർക്കിന് വേണ്ട അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നേരെ വന്നിട്ട് കാർഡ്സ് കളിയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവർ കാർഡ്സ് കളിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോഴേക്കും പീക്കുവാണിത്. പീക്കു ഒരു സ്വാഗ് ആയിട്ടുള്ള ഒരാളാണ്. അതാണ് അവൻ്റെ പോസിങ് എപ്പോഴും. പിന്നെ ഇത് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് പോസിങ് ഒക്കെ ചെയ്തു. പിന്നെ ഇവർക്ക് കിഡ്സ് ബെഡ് ഉള്ളതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവിടെ കിടന്ന് ഫൈറ്റിങ്ങും അതുപോലെ ഭയങ്കര കളിയും ഭയങ്കര രസമായിരുന്നു. പീക്കു ചെറുതാണ് ഇവരെക്കാളും. അപ്പം പീക്കുവിനെ കെട്ടിപ്പിടിക്കാനൊക്കെ കിട്ടുന്ന ഒരു ചാൻസ് ആണല്ലോ എന്ന് വെച്ചാൽ അവർ നല്ല അടിച്ചു പൊളിച്ചത്. അവിടെ വഴക്കം ഉണ്ടായിരുന്നു. പിന്നെ ആ തപ്പിയത് വേറെ ഒന്നുമല്ല, പാൽപ്പൊടിയാണ്, വേറൊന്നുമല്ല. പാൽപ്പൊടി എത്ര എണ്ണം ഉണ്ട്, നിനക്ക് എത്ര എണ്ണം ഉണ്ട്, ഇതൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് വീണ്ടും പാർക്കിലോട്ടൊക്കെ തന്നെ പോയി. പിന്നെ ഞങ്ങൾ നേരെ പോയത് പൂളിലേക്കാണ്. പൂള് കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുൾ ഭയങ്കര കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ക്ലൈമറ്റ് നല്ല തണുത്തു. പൂളിൽ ഇറങ്ങുമ്പോൾ ഇവർ ശരിക്കും വിറച്ചാട്ടം ഇരുന്നത്. നല്ലതായിട്ട് ഇവർക്ക് തണുക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് കൂട്ടത്തിൽ ലിന്നുവിനാണ് ഏറ്റവും കൂടുതൽ തണുത്തത്. ലിന്നു ആകെ ചുണ്ടൊക്കെ ഇങ്ങനെ വെളുത്ത് ഒക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തിൽ വേഗം തന്നെ കയറിപ്പോയി. അങ്ങനെ തോർത്തൊക്കെ പുതച്ച് വീട്ടിലൊരു തണുത്ത വെള്ളത്തിൽ പോലും കുളിക്കാത്ത ആളാണ്. നേരെ പോയി അവിടെ സ്വാഗായിട്ട് അവിടെ കിടക്കുകയാണ്. കണ്ണടയൊക്കെ വെച്ച് പുള്ളിക്കാരിയുടെ ചളി